കേരളത്തിൻ്റെ ആരോഗ്യരംഗം കഴിഞ്ഞ ഒരു പതിറ്റാണ്ട് കൊണ്ട് മുമ്പോട്ട് പോയിട്ടുണ്ട്. അതിന് മുമ്പുള്ള പതിറ്റാണ്ട് എടുത്താലും മുന്നോട്ട് പോയിട്ടുണ്ട്. സ്വാഭാവികമാണല്ലോ, അത് സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ ഇവിടുത്തെ പ്രശ്നം കേരളത്തിലെ ആരോഗ്യരംഗം ആകെ ICUവിലായോ എന്നുള്ളതല്ല. അപ്പോൾ അത് ഡോക്ടർ ഹാരിസ് തന്നെ പറയുന്നുണ്ട്, അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. അദ്ദേഹം ഒരു ചോദ്യത്തോട് പ്രതികരിക്കുന്നുണ്ട്, ഇല്ല കേരളത്തിൻ്റെ പൊതുജനാരോഗ്യം വെന്റിലേറ്ററിലല്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പ്രശ്നം എവിടെയാണ്? പ്രശ്നം അവിടെ ആ ആശുപത്രികളിൽ പോകുന്ന ആളുകൾക്ക് നേരിടുന്ന ദൗർഭാഗ്യകരമായ കാര്യങ്ങളാണ്. ഏറ്റവും സാധാരണക്കാരായ ഏറ്റവും പാവപ്പെട്ട ആളുകളാണ് ഈ മെഡിക്കൽ കോളേജുകളെ സമീപിക്കുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ച് ഉപകരണങ്ങളില്ലാത്തത് മൂലം ശസ്ത്രക്രിയകൾ വൈകുന്നു. അത് പലപ്പോഴും അനന്തമായി നീണ്ടുപോകുന്നു. അത് പലപ്പോഴും ഒരു പക്ഷേ ജീവൻ എടുക്കുന്ന തരത്തിൽ വരെ വന്നേക്കാം. അപ്പോൾ ഇവിടെ ഡോക്ടർ ചൂണ്ടിക്കാണിച്ചത് അയാളുടെ ഒരു വൈയക്തികമായ അനുഭവം കൂടിയാണ്. ഒരു സ്റ്റുഡൻറ്റ്, സ്വന്തം മകൻ്റെ പ്രായമുള്ള ഒരു സ്റ്റുഡൻറ്റ് ഈ വൃക്കയിലെ കല്ല് മൂലം വലിയ തോതിലുള്ള വേദന കുറച്ച് മാസങ്ങളായി അനുഭവിച്ചു വന്നിരുന്നു. അപ്പോൾ ഈ ശസ്ത്രക്രിയയോടുകൂടി ആ വേദന മാറും. ആ ശസ്ത്രക്രിയ തീരുമാനിക്കപ്പെട്ട ദിവസമാണ് ഈ ഉപകരണത്തിൻ്റെ പരിമിതി മൂലം ആ കുട്ടിയോട് ഡോക്ടർക്ക് മുഖത്തു നോക്കി ഇന്ന് ശസ്ത്രക്രിയ നടത്താൻ കഴിയില്ല എന്ന് പറയേണ്ടി വരുന്നത്. വീണ്ടും ആ വേദനയോടുകൂടി ആ കുട്ടി വെയിറ്റ് ചെയ്യേണ്ടി വരികയാണ്. അത് ഒരാളുടെ അനുഭവമല്ല, നിരവധി ആളുകൾക്ക്. ഇപ്പോൾ ഈ വൃക്കയിലെ കല്ല് പൊടിക്കുന്ന ഉപകരണം ഒരു കോളേജിൽ മാത്രമല്ല, ഒരു മെഡിക്കൽ കോളേജിൽ മാത്രമല്ല, 45,000 രൂപയോളം വില വരുന്ന ഉപകരണം 5 or 6 രോഗികളോട് നിങ്ങൾ പിരിവിട്ട് ഇത് വാങ്ങിക്കോളൂ എന്ന് പറയേണ്ടി വരുന്ന സാഹചര്യമാണ്. ഇവൻ ഇപ്പോൾ ആൻജിയോപ്ലാസ്റ്റിക് പോലും അതിൻ്റെ ഇപ്പോൾ ഇതിനൊക്കെ ചെയ്യാനുള്ള ഉപകരണങ്ങളുണ്ട്. പക്ഷേ ഇപ്പോൾ ബലൂൺ അല്ലെങ്കിൽ കത്തീറ്റർ ഇതുമായി ബന്ധപ്പെട്ട ഇത്തരത്തിലുള്ള അനുബന്ധ ഉപകരണങ്ങളൊക്കെ രോഗികൾ വാങ്ങേണ്ടി വരുന്നു. വളരെ പാവപ്പെട്ട ആളുകൾക്ക് അതിന് കഴിയുന്നില്ല എന്നൊരു പ്രശ്നമുണ്ട്. അപ്പോൾ അവർ കടം വാങ്ങി ഇത് വാങ്ങേണ്ടി വരുന്നു. അപ്പോൾ ഡോക്ടർമാർക്ക് രോഗികളോട് പറയേണ്ടി വരികയാണ്, നിങ്ങൾ ഈ അനുബന്ധ ഉപകരണങ്ങൾ വാങ്ങി വന്നാൽ ഞാൻ സർജറി നടത്തിത്തരാം എന്ന് പറയുമ്പോൾ ആ ഡോക്ടറുടെ ഒരു നിസ്സഹായാവസ്ഥ ഉണ്ടല്ലോ. ഇവിടെ ഡോക്ടർ ഹാരിസ് പറയുന്നൊരു കാര്യം, ഈ മെഡിക്കൽ കോളേജിലെ വാർഡുകളിൽ നമ്പർ എഴുതി വെച്ചിട്ടുണ്ട്, സ്വകാര്യ കമ്പനികളുടെ നമ്പർ. അതായത് ഈ രോഗികൾക്ക് ഈ നമ്പറിൽ ബന്ധപ്പെട്ട് ഉപകരണം ഈ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ കഴിഞ്ഞാൽ ഹോസ്പിറ്റൽ ഡോക്ടർ സർജറി നടത്തി കൊടുക്കും. ഇതല്ലല്ലോ കേരള മോഡൽ ആരോഗ്യമാവേണ്ടത്. മന്ത്രി ഇന്നലെ ഈ വിഷയത്തിൽ ഞങ്ങളതിൽ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഇന്ന് മാത്രമല്ല, സൗജന്യ നിരക്കിൽ എങ്ങനെ ഈ ഉപകരണങ്ങൾ വാങ്ങാം തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഇപ്പോൾ വ്യവസ്ഥയുണ്ടെന്നൊക്കെ പറയുന്നു. പക്ഷേ ഇതൊരു അടിസ്ഥാനപരമായ പ്രശ്നമാണ്. ഇത് പറയുന്ന ഒരുപാട് രോഗികളുണ്ട്. ഇപ്പോൾ ഈ ഡോക്ടർമാരുടെ സർവീസിനെ കുറിച്ച്, നമ്മുടെ പൊതുജനാരോഗ്യ രംഗത്തെക്കുറിച്ചൊക്കെ നല്ല അഭിപ്രായമുള്ള, നല്ല ട്രീറ്റ്മെൻറ്റ് കിട്ടിയ രോഗികൾ തന്നെ അവർ കടന്നു പോകേണ്ടി വരുന്ന ഈ ഘട്ടത്തെക്കുറിച്ച് പരാതിപ്പെടുന്നുണ്ട്. അതെങ്ങനെ അഡ്രസ്സ് ചെയ്യാം എന്നുള്ളതാണ്. അവിടെ ഈ മെസ്സഞ്ചറെ ഷൂട്ട് ചെയ്യുക എന്നുള്ളതല്ല, എങ്ങനെ ഈ പ്രശ്നം പരിഹരിക്കാം എന്നുള്ളതിലേക്കാണ് ഊന്നുന്നത്. ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ കണക്കനുസരിച്ച് ഇപ്പോൾ ഓരോ വർഷവും 1500 കോടിക്കടുത്ത് സൗജന്യ ചികിത്സ കേരളം നൽകുന്നുണ്ട്. നല്ല കാര്യമാണ്. മെഡിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ പൊതുമേഖലയിൽ വർദ്ധിച്ചിട്ടുണ്ട്, നല്ല കാര്യമാണ്. പക്ഷേ മന്ത്രി തന്നെ പറഞ്ഞ സിസ്റ്റത്തിലെ പോരായ്മ സ്വാഭാവികമായി അതിൽ ഇൻസൈഡേഴ്സായ ആളുകൾക്ക് ചൂണ്ടിക്കാണിക്കേണ്ടി വരും. അപ്പോൾ സിസ്റ്റത്തിലെ പോരായ്മ ചൂണ്ടിക്കാണിച്ചാൽ ആ സിസ്റ്റത്തെ കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് വഴി. അല്ലാതെ സിസ്റ്റത്തിലെ പോരായ്മ ചൂണ്ടിക്കാണിക്കുന്ന ആളെ നിഷ്കാസനം ചെയ്യുക എന്നുള്ളതല്ല എന്ന ബോധ്യം ഈ സർക്കാരിന് ഉണ്ടാവേണ്ടതാണെന്നുള്ളതാണ് ഇതിലെ അടിസ്ഥാനപരമായ പ്രശ്നം.